ഹലോ. അപ്പോൾ ദേ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും നമ്മുടെ ഹോൾ സ്പൈസസും ആഡ് ചെയ്തു. കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ദേ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും. അപ്പോൾ ചോറങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ദേ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് സവാളയൊക്കെ ഇട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. പച്ചമുളകും അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തു. പിന്നെ മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തു. അപ്പോൾ ഗ്രേവിയൊക്കെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ റൈസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കനാണ്. ഗ്രേവിയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്ത സവാള ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്തു. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തത്, മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത്, കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തത്, പൈനാപ്പിൾ, കിസ്മിസ്, പിന്നെ മല്ലിയില, പിന്നെ ചേർക്കുന്നത് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഒരു കളറിന്. അപ്പോൾ അതും ചേർത്തു. അപ്പോൾ ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണിയൊക്കെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇലയിലേക്ക് സെർവ് ചെയ്യാം. സൈഡായിട്ട് അച്ചാറും ചള്ളാസും പപ്പടവും ഒക്കെ ഉണ്ട്. പിന്നെ 2 ലെഗ് പീസും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്.